വേറെ യാതൊരു എക്സ്ട്രാ ടാസ്കുകളും ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു എക്സാമാണ്. ജസ്റ്റ് 10th സ്റ്റാൻഡേർഡ് എല്ലാവരും പാസ്സായിട്ടുണ്ടാകും. ഹലോ എവ്രി വൺ, നമ്മൾ പല സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ പറ്റിയും ഒക്കെ കേട്ടിട്ടുണ്ടാവുക അല്ലേ? എന്നാൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സാമോ ഒരു ടെസ്റ്റോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ഗവൺമെൻറ് ജോലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ് ജോലിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് GDS അല്ലെങ്കിൽ ഗ്രാമീൺ ദക് സേവക് എന്ന് പറയുന്ന ഒരു എക്സാമിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഇന്ത്യ പോസ്റ്റിലെ പോസ്റ്റ്മാൻ, അതായത് നമ്മുടെ കത്തുകളൊക്കെ കൊണ്ടുതരുന്ന പോസ്റ്റ്മാൻ പോലെയുള്ള വേക്കൻസികളും അസിസ്റ്റൻറ്റ് പോസ്റ്റ് മാസ്റ്റർ വേക്കൻസികളും പിന്നെ വീണ്ടും ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ വേക്കൻസികളും ഒക്കെ ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെ ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ GDS റിക്രൂട്ട്മെൻറ്റ്? എങ്ങനെയുള്ളവർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം? എന്തിൻ്റെ ബേസിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്? ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിങ്ങൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ ഫീ എത്രയാണ്? എവിടെ വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ? ഡേറ്റ്സ് എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ള ഈ എക്സാമിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, GDS എന്ന് പറയുന്നത് ഗ്രാമീൺ ദക് സേവക് ആണ്. സോ ബേസിക്കലി പോസ്റ്റ്മാൻ, അതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻസ് ഒന്നും ഫില്ല് ചെയ്ത് നമ്മൾ പൈസ വേറെ ബാങ്കിൽ പോയി അടയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. ഫുൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ഫുള്ളി ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മൾ അതിനെ OTR എന്നാണ് പറയുക. അതിന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവസാനത്തെ തീയതി ഈ വരുന്ന ഫെബ്രുവരി 14 തീയതിയാണ്. ഫെബ്രുവരി 14-നുള്ളിൽ നിങ്ങൾ അവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ആ പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വരുന്ന ഫെബ്രുവരി 16-നുള്ളിൽ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി ഫീ പേയ്മെൻറ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സോ അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 19 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഫീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ ഗവൺമെൻറ് എക്സാം, അതായത് SSC ഒക്കെ പോലെ തന്നെ 100 റുപ്പീസിലാണ് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എന്നിവിടെ പറയുന്നത്. അപ്പോൾ അത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക്, അതായത് ജനറൽ കാറ്റഗറിക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീ ആണ്. എന്നാൽ അതേസമയം SC ST കാറ്റഗറിക്കും ഇനി ഫീമെയിൽ ആപ്ലിക്കൻസിനും ആൻഡ് ട്രാൻസ് വിമൻ ആപ്ലിക്കൻസിനും ഇനി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീ എക്സംഷൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പേരിൽ 1 രൂപ പോലും ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത്, നമ്മൾ എന്താണ് ഈ ഒരു ജോലിയുടെ പ്രത്യേകത, എന്താണ് ആക്ച്വലി ഈ ഗ്രാമീൺ ദക് സേവക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നോക്കാം. സോ ബേസിക്കലി നമ്മുടെ ടൗണുകളിലും, അല്ലെങ്കിൽ ടൗണുകളിൽ മാത്രമല്ല നമ്മുടെ വില്ലേജസിലും റൂറൽ ഏരിയാസിലൊക്കെ പോസ്റ്റ് കൊണ്ട് കൊടുക്കുന്ന പോസ്റ്റ്മാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ? സോ ഈ ഒരു പോസ്റ്റിനെയാണ് നമ്മളിവിടെ ഗ്രാമീൺ ദക് സേവക് എന്ന് പറയുന്നത്. സോ കൂടുതലായിട്ടും നമ്മുടെ റൂറൽ ഏരിയാസിലായിരിക്കും ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. കേരളത്തിൽ തന്നെ 1600 സംതിങ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. മൊത്തത്തിലുള്ള വേക്കൻസീസ് 22,000-ൻ്റെ അടുത്താണ്. പക്ഷേ കേരളത്തിൽ തന്നെ 1600 വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ള ജോലിയാണിത്. ഓക്കെ, സോ അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 22 അല്ലാട്ടോ 28,000-ൻ്റെ അടുത്ത് വേക്കൻസീസ് ആണ് ഈ വർഷം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് തന്നെ 12,000-ൻ്റെ അടുത്ത് വേക്കൻസീസ് വരുന്നുണ്ട്. ഇനി അതിൽ കേരളത്തിലും ഇവിടെ വേക്കൻസി വരുന്നത് 1691 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം പോസ്റ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും മലയാളം അറിഞ്ഞിരിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോസ്റ്റിംഗ് വരുന്നത്, അതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്സ് ആണ്. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് മാർക്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സീരിയൽ നമ്പറും ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടി വരും അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ അത് ബേസ്ഡ് ആയിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് മാർക്ക് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ABPM-ൻ്റെയും BPM-ൻ്റെയും ദക് സേവകിൻ്റെയും ഒക്കെ ഒരു സാലറി സ്കെയിൽ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 10,000 to 24,000 ആണ്. സോ ഇത് സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സാധാരണ ഒരു റെഗുലർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും കിട്ടില്ല. പക്ഷേ
പക്ഷേ ചെറിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെയും ദക് സേവകിൻ്റെയും സാലറിയാണ് ഈ 24,000 അടുത്ത് വരുന്നത്. ആൻഡ് നിങ്ങളുടെ ഒരു BPM അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും 29,000 ഏകദേശം 30,000 അടുത്താണ് ഇവിടെ നമ്മുടെ സാലറി വരുന്നത്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ ഫീസ് ആവശ്യമില്ല എന്ന്. സോ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ആക്ച്വലി അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഏതൊക്കെ സ്യൂട്ടബിലിറ്റി നമുക്ക് അറിയാനുള്ളത്. അതായത് ഏതൊക്കെ ഫിസിക്കൽ ഡിസബിലിറ്റി സ്യൂട്ടബിൾ ആയിട്ടുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഡെഫ് ആയിട്ടുള്ളവർക്കും, ഹാർഡ് ഓഫ് ഹിയറിംഗ് എന്ന് വെച്ചാൽ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ 1 arm 1 leg ലെപ്രസി ക്യൂർ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഡിസബിലിറ്റി കാറ്റഗറിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇതിലൂടെ റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്ന ആ ഒരു പോസ്റ്റുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. സോ അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 പോസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് BPM അതായത് ഡയറക്റ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അടുത്തത് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതിനുശേഷം ദക് സേവക്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർ കത്തുകളൊക്കെ കൊടുക്കുന്ന പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച കേരളത്തിലെ 1600 വേക്കൻസീസ് പോലെ ഒരുപാട് ഇന്ത്യയിൽ ഉടനീളം 28,000 വേക്കൻസിയാണ് മൊത്തത്തിൽ ഇവിടെ വരുന്നത്. ക്ലിയർ? ഇനി ആർക്കൊക്കെ ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ എക്സാം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റുന്നത് ഇതിനൊരു റിട്ടൺ എക്സാമിനേഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഓരോ എക്സാമിനും നിങ്ങൾ ഇവിടെ അപ്പിയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയാകും. ഓക്കെ, എക്സാമും ഇല്ല, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവും വരുന്നില്ല. നിങ്ങളുടെ സെലക്ഷൻ പൂർണ്ണമായിട്ടും 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് ലിസ്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് മാർക്ക് ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റും വരുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ പ്രോസസ്സുകളൊന്നും തന്നെയില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ത്രൂ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതാണ് GDS അല്ലെങ്കിൽ ഗ്രാമീൺ ദക് സേവക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും? സോ ഡെഫിനറ്റ്ലി 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് ലിസ്റ്റ് കൊടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10th ക്ലാസ് പാസ്സായിട്ടുണ്ടാവണം. സോ 10th ക്ലാസ് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്ക് അവിടെ വേറെ മെനക്കേടിൻ്റെ ഒന്നും ആവശ്യമില്ല, വേറെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇനി ഇതൊരു ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾ 9 to 6 അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യേണ്ട ഒരു ജോലിയല്ല. ഇതൊരു 4 to 5 hours ഡെയിലി നിങ്ങൾ പോയാൽ മതിയായിരിക്കും ഓഫീസിൽ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി സമയമൊക്കെ നിങ്ങൾ ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് മേ ബി നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സമയത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഇൻകം എന്നുള്ള രീതിയിലും ഗവൺമെൻറ് എക്സാം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇനി അതല്ല എക്സാംസ് ഒന്നും എഴുതാൻ വയ്യ, പക്ഷേ ഒരു ചെറിയ ജോലി ആണെങ്കിലും വേണം എന്നുള്ളവർക്കും നല്ല മാർക്ക് 10th സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് റൂറൽ ആൻഡ് സെമി അർബൻ കാൻഡിഡേറ്റ്സിനും, അതായത് ഒത്തിരി സിറ്റീസിലേക്കൊന്നും പോകാൻ താല്പര്യമില്ലാതെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ജോലി വേണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സോ ഇവിടെ 10th പാസ് വേണം എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ഭാഷ അതായത് മലയാളമാണെന്നുണ്ടെങ്കിൽ മലയാളം നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം 10th ക്ലാസ് വരെ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഇനി അതല്ല നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ് എന്ന് കരുതി നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ബെനിഫിറ്റ് ഒന്നും വരുന്നില്ല. 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് ലിസ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് പ്യുവർലി ഈ എക്സാമിനേഷൻ്റെ സെലക്ഷൻ നടക്കുന്നത്. അല്ലാതെ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. മലയാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് കേരളത്തിലെ ആയതുകൊണ്ടാണ് മലയാളം എന്ന് പറയുന്നത്. തമിഴ്നാട് സർക്കിളിലേക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് തമിഴ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി മാത്സും ഇംഗ്ലീഷും നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ പഠിച്ച എല്ലാവർക്കും മസ്റ്റായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഓക്കെ, സോ ഇനി ഇവിടെ മാർക്ക് ലിസ്റ്റ് അതല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ്ലി 10th സ്റ്റാൻഡേർഡിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എക്സാമിന് പോയിട്ടോ അല്ലെങ്കിൽ വേറെ കോച്ചിങ്ങിന് പോയിട്ടോ ഒന്നും നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല. പ്യുവർലി മെറിറ്റ് വരുന്നത് 10th സ്റ്റാൻഡേർഡ് മാർക്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇത് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി എത്ര വയസ്സുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമുക്ക് അടുത്ത് നോക്കാം. മിനിമം 18 വയസ്സുള്ളവർക്ക് തൊട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മാക്സിമം 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വരുന്ന കട്ട് ഓഫ് ഡേറ്റ് പ്രകാരമാണ് ഈ 18 വയസ്സും 40 വയസ്സും ഇവിടെ കട്ട് ഓഫ് ഏജ് ലിമിറ്റ്, അപ്പർ ഏജ് ലിമിറ്റും ലോവർ ഏജ് ലിമിറ്റും വരുന്നത്. പക്ഷേ ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് കേട്ടോ. സോ നിങ്ങളൊരു റിലാക്സേഷൻ ഉള്ള കാറ്റഗറിയിലെ ആളാണ്, അതായത് ഇപ്പം SC/ST കാറ്റഗറിക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBC-കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, ഇനി ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള SC/STയിലെ ഒരാൾക്ക് 15 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. വീണ്ടും അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള OBC-യിലുള്ള ഒരാൾക്ക് 13 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസബിലിറ്റീസ് അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയും ഏജ് റിലാക്സേഷൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് റിലാക്സേഷൻ ഈസിലി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ്, അതായത് അഡീഷണൽ ആയിട്ടുള്ള എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് കമ്പ്യൂട്ടറിലെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ചിലപ്പം ഓൺ ആക്കാൻ, എന്തെങ്കിലും പ്രോഗ്രാംസ് ഓപ്പൺ ചെയ്യാൻ, എക്സലൊക്കെ പോലുള്ള ഷീറ്റുകൾ എടുക്കാൻ, മെയിൽ അയക്കാൻ തുടങ്ങിയിട്ടുള്ള ഇന്നത്തെ കാലത്ത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സോ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇതിൽ പറയുന്നത് എബിലിറ്റി ടു റൈഡ് എ ബൈസൈക്കിൾ എന്നാണ്, സൈക്കിൾ ഓടിക്കാൻ അറിയണം എന്നാണ്. അപ്പോൾ അത് സൈക്കിളിന് തന്നെ ആവണമെന്നില്ല, സൈക്കിളൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കൊരു 2 വീലർ ഉണ്ട്, 2 വീലർ നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാം എന്നുണ്ടെങ്കിലും അതും എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കും. ഓക്കെ, സോ അപ്പോൾ സൈക്കിളിന് തന്നെയല്ല, നമുക്ക് 2 വീലർ എന്നതിനെ വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാം. ഓക്കെ, പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് നിങ്ങളുടെ മെയിൻ വരുമാനം ആവരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം, അതിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലായാലും കുഴപ്പമില്ല, മേ ബി ഇപ്പോൾ കൃഷിയോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ചെറിയ വരുമാനം കിട്ടുന്നത് എന്തെങ്കിലും ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഡെയിലി ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് 4 to 5 hours ആണ്. ഈ സമയത്ത് നിങ്ങൾ ഈ ജോലിയിൽ അവൈലബിൾ ആയിരിക്കണം. ഇതാണ് നമ്മുടെ അഡീഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോ കംപ്ലീറ്റ്ലി നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സബ്മിഷൻ ആണ് അല്ലേ. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം 10th സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. സോ ഇവിടെ നമ്മുടെ ഓരോ സർക്കിളിലെയും വേക്കൻസീസ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഫൈനൽ ഷോർട്ട് ലിസ്റ്റിംഗ് വരുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. സോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ റിലാക്സേഷൻ ഡിസബിലിറ്റിയുടെയോ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ കോപ്പി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇനി ഈ 3 പോസ്റ്റുകളാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോസ്റ്റുകളുടെയൊക്കെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ദക് സേവക്, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെയുള്ളതാണ് ദക് സേവക് എന്ന് പറയുന്നത്. സോ നമ്മൾ സ്ഥിരം കാണുന്ന പോസ്റ്റ്മാൻ്റെ അതേ ജോലി തന്നെയാണ് ഇവിടെ വരിക. സോ അതായത് കത്തുകളും പാർസലുകളും ഒക്കെ കൊണ്ട് കൊടുക്കുന്ന പോസ്റ്റ്മാൻ്റെ ജോലിയാണ് ദക് സേവകിൻ്റേത് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഫോംസും ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് സർവീസുകളൊക്കെ അറിഞ്ഞിരിക്കണം, അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും കൂടി ഒരു ആൾക്കാരുമായിട്ടൊക്കെ കോൺവേഴ്സ് ചെയ്യുന്ന, ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ഒരു ജോലിയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇൻട്രാക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ജോലിയാണ് ഈ ദക് സേവകിൻ്റേത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ മുകളിലുള്ള അസിസ്റ്റിംഗ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നതാണ്. സോ അപ്പോൾ ഇതിനകത്ത് ഈ ABPM എന്ന് പറയുന്ന പോസ്റ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ തൊട്ട് താഴെ വരുന്ന പോസ്റ്റാണ്. സോ അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ ജോലി എന്തായിരിക്കും, പോസ്റ്റ് മാസ്റ്ററിനെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവരുടെ ഒന്നാമത്തെ ജോലി, അവരുടെ ഒന്നാമത്തെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടെ തന്നെ ഇത് കൂടുതലും ഒരു ക്ലറിക്കലായിട്ട് വരുന്ന ജോലിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പുറത്തേക്ക് അങ്ങനെ ദക് സേവക്സ് പോകുന്നത് പോലെ കത്ത് കൊണ്ട് കൊടുക്കാനൊന്നും നിങ്ങൾ ഇവിടേക്ക് പോകേണ്ടി വരില്ല. പകരം ഓഫീസ് റെക്കോർഡുകളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും മെയിൽ അയക്കാനുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം. പിന്നെ പോസ്റ്റ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം, നിങ്ങൾക്കറിയാലോ ഒരു ഓഫീസിൽ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ്റെയും ക്ലറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കുക. ഇതാണ് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ജോബ് പ്രൊഫൈൽ.
ഇനി അടുത്തത് നമ്മുടെ ആക്ച്വൽ പോസ്റ്റ് മാസ്റ്ററിൻ്റെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ ജോബ് പ്രൊഫൈലാണ്. സോ അപ്പോൾ ഈ പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഏത് പോസ്റ്റിലാണോ റിക്രൂട്ടഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പോസ്റ്റഡ് ആയിട്ടുള്ളത് ആ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊത്തം ആ ഓഫീസിൻ്റെ നടത്തിപ്പിനെ നോക്കേണ്ടത് ഇദ്ദേഹമാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ താഴെ വരുന്ന സ്റ്റാഫുകളെയൊക്കെ പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യുക, അവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള മേൽനോട്ടം നിർവഹിക്കുക. ഇനി അതുപോലെ തന്നെ ആ പോസ്റ്റ് ഓഫീസ് ഓഫർ ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണോ അതെല്ലാം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക, സർവീസിൻ്റെ ഒക്കെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും മോണിറ്റർ ചെയ്ത് ഒക്കെ സുഗമമായിട്ട് നടത്താൻ സഹായിക്കുക. അപ്പോൾ ഇതാണ് ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 3 പ്രൊഫൈലിലേക്കാണ് നമുക്ക് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓവറോൾ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ടൈം ബേസ്ഡ് എൻഗേജ്മെൻ്റ് ആണ്. അതായത് ഒരു ദിവസം 4 to 5 hours മാത്രം നിങ്ങൾ ഇതിന് ജോലി ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, പക്ഷേ ഇനി ഓരോ സർക്കിൾസിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എല്ലാ പോസ്റ്റ് ഓഫീസിലും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ, ചിലതിൽ തിരക്ക് കൂടുതലുള്ളതുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് തിരക്ക് വരുന്ന സമയങ്ങളും ഉണ്ടായേക്കാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ടൈം ടു മിഡ് ടൈം നേച്ചറാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകുക 4 to 5 hours ജോലി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതിനെ ഒരു സൈഡ് ആയിട്ടുള്ളൊരു ജോലിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സ്ട്രെസ് ലെവൽസും അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല, ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ രീതിയിലുള്ള ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം മന്ത്ലി സാലറി പേയ്മെൻറ്റ് കിട്ടും. സോ പിന്നെ BPMന് അതായത് ദക്സേവക്കിനേക്കാളും ABPMനേക്കാളും ഇച്ചിരി കൂടി ഹയർ സാലറിയാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ച് എന്തെങ്കിലും ആനുവൽ ഇൻക്രിമെൻറ്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിനും നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ എക്സാമിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. സോ അപ്പോൾ 10th ബേസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിന് ഒരു എക്സാം പ്രഷർ ഇല്ലാതെ ഒരു കോച്ചിങ്ങിനോ ഒന്നിനും പോവാതെ ജസ്റ്റ് നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ മാത്രം മാർക്ക് ബേസ്ഡ് ആയിട്ട് ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറെ ഒരു ചിലവുമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട. പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ പോലും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നേരെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇന്ത്യയിലുടനീളം ഇതിന് വേക്കൻസീസും വരുന്നുണ്ട്. സോ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി നേടണമെന്നുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം നിങ്ങൾക്ക് അതിന് വേണ്ടി പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, വേറെ കോച്ചിങ്ങിന് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ മാത്രം സബ്മിറ്റ് ചെയ്ത് ഇട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിൽ പല ആൾക്കാർക്കും പല ഡൗട്ട്സ് ഉണ്ട്. സോ അതുകൂടെ ജസ്റ്റ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാം. എക്സാം ഇതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇല്ല, പ്യുവറായിട്ട് മെറിറ്റ് നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് ലിസ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് പ്യുവർ സെലക്ഷൻ നടക്കുന്നത്. പിന്നെ ടൗണിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനെയാണ് കൂടുതൽ സെലക്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ഇവിടെ റൂറൽ ഏരിയാസിലേക്കാണ് കൂടുതലും ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സോ റൂറൽ ഏരിയ കാൻഡിഡേറ്റ്സിനെയും സെലക്ട് ചെയ്യുന്നതായിരിക്കും, റൂറൽ ഏരിയ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ടെമ്പററി ജോബ് അതേ, പക്ഷേ ഇതൊരു ലോങ് ടേം ആയിട്ട് വരുന്ന ഒരു ജോബാണ്. ഇതിന് നമുക്കൊരു ടെമ്പററി ജോബ് എന്ന് പറയാൻ പറ്റില്ല, നമ്പർ ഓഫ് hours കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. സോ മറ്റൊരു ജോബിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക. ജസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ OTR ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ അക്കാഡമിക് ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളത് നിങ്ങളുടെ കാസ്റ്റോ അല്ലെങ്കിൽ റിലാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും ചെയ്യേണ്ടത്. പിന്നെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൂടെ നിങ്ങൾ അതിൽ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക, അതിനുശേഷം മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. കാരണം വേറെ യാതൊരു ടെൻഷനും ഇല്ല, വേറെ യാതൊരു എക്സ്ട്രാ ടാസ്കുകളും ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു എക്സാമാണ്. ജസ്റ്റ് 10th സ്റ്റാൻഡേർഡ് എല്ലാവരും പാസ്സായിട്ടുണ്ടാകും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുക്കുക, അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മാർക്സ് നിങ്ങൾ എൻ്റർ ചെയ്യുക, അപ്ലൈ ചെയ്യുക, അത് മാത്രമാണ് അതിനകത്ത് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ്സിൽ ചോദിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും ഒക്കെ ഇനി കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിടുക, ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുക. എങ്കിൽ മാത്രമാണ് വരുന്ന വീഡിയോസ് ചൂടോടെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടി കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് പറയാം. 10th സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. 10th സ്റ്റാൻഡേർഡ് പാസ് ആയിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. എക്സാം ഇല്ല, ഇൻ്റർവ്യൂ ഇല്ല, ടെൻഷൻ ഒന്നുമില്ല. 4 to 5 hours ആണ് ജോലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്തോളൂ. ഡേറ്റ് മറക്കണ്ട, ഫെബ്രുവരി 14 വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഫെബ്രുവരി 16 നിങ്ങളുടെ ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം.